ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളൊരു സംഭവം കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മരം നട്ടിട്ട് ഒരു 5 വർഷമെങ്കിലും തോന്നുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഇവർ 6-7 കായൊക്കെ കാച്ച്. അപ്പോൾ ഇതിലൂടെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അവിടെ ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. ഒന്ന് നമുക്കതിനെ പറിക്കണം. ഇവിടെ ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരെണ്ണമുണ്ട്. പിന്നൊരു 8 ഉണ്ട്. അതിനുള്ള തറയിൽ ഒന്ന് പഴുത്ത് തറയിലൊന്നും ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് തറയിൽ വീണ് കിടക്കുന്നത്. ഒന്നല്ല, 2 ഉണ്ട്. ഇതൊന്ന് ഇവിടെ ഒരെണ്ണമുണ്ട്. നമുക്ക് ഇന്ന് 2 ഇന്നലെ പഴുത്ത് നിൽക്കണുണ്ട്. അപ്പോൾ നമ്മളത് പറിച്ചില്ല. അപ്പോൾ 2 പഴുത്ത് കിട്ടി. മണ്ടയിൽ 2 പഴുത്ത്, മുകളിൽ മണ്ടയിൽ ഇപ്പം 2 ഇതിൻ്റെ ഇവിടേക്ക് നിൽപ്പുണ്ട്. ഇവിടെ ഒരു പഴുത്തുണ്ട്, ഇതൊന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നട്ട മാങ്കോസ്റ്റീന്ന് ആദ്യമൊക്കെ പറിച്ചെടുത്ത്. ഇതാണ് നമ്മളെ മാങ്കോസ്റ്റ്. 4 ആയി മൊത്തം. ഇവിടെ ഒരു പച്ച ഒരെണ്ണം നിൽക്കുന്നുണ്ട്. വേറെണ്ണം പച്ചയുണ്ട്. ഇവിടെ ഒരു പച്ചയുണ്ട്. അവിടെ ഒരെണ്ണമുണ്ട്. അതിനകത്തൂടെ ഒരെണ്ണം, അവിടെ ഒരു പച്ച അവിടെ ഒരെണ്ണം നിൽക്കുന്നു. ഇനി ഒരു പഴുത്തത് അതിൻ്റെ മണ്ടയിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ 8-9 കായ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാം കൂടെ. അപ്പോൾ നമുക്ക് 5 കിട്ടി. ഒരു 2 തറയിൽ കിടന്നത്, 2 തറയിൽ വീണ് കിടന്നു. ബാക്കി 3 നമ്മളിപ്പോൾ പറിച്ചെടുത്തതാണ് പഴുത്ത് നിന്നത്. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് കഴിക്കാം. തറയിലൊന്ന് വീണുകൊണ്ട് നമ്മളതിനൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളതിൽ നിന്നൊരു ഏറ്റവും നല്ല പഴുത്ത ഒരെണ്ണം എടുത്ത് നമ്മൾ പിച്ചാത്തിയെടുത്ത് അതിന് കണ്ടിച്ചു നോക്കാം. ഇത് ചെറുതായിട്ട് തന്നെ അതിനകത്ത് നല്ല പഴുത്ത് വരണതുള്ളൂ. എന്തായാലും ഒരു കറയുണ്ട്. ഇതാണ് നമ്മൾ ആദ്യമത്തെ മാങ്കോസ്റ്റ്. ചെറിയ കറയൊക്കെ ഉണ്ട്. കറുത്ത നേരത്ത് നല്ല പഴുക്കാത്തത് നല്ല പഴുക്കാത്തതുകൊണ്ട് ചെറിയ കറയൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ മാങ്കോസിൻ്റെ പഴം.